സിദ്ധാർത്ഥൻ്റെ അമ്മ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ശ്രീമതി ഷീബ, അന്ന് സിദ്ധാർത്ഥൻ കടന്നുപോയ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഭീഷണി, സമ്മർദ്ദം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു തുറന്ന് പറച്ചിലിന് സിദ്ധാർത്ഥൻ മുതിരാതിരുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ രക്ഷപ്പെട്ടത് അവർക്കൊരു സാഹചര്യം, ഒരവസരം ഉണ്ടായി, അവസരം ലഭിച്ചു, വീണ് കിട്ടി. അതുകൊണ്ട് ആ കുട്ടിക്ക് തുറന്നു പറയാൻ പറ്റി. 800 രൂപ കൊടുക്കണം, ഇവർക്ക് മദ്യപിക്കാൻ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ക്രൂരമായ പീഡനത്തിന് അവരെ ഇരയാക്കും എന്ന് തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രമല്ലേ ഈ കുട്ടിക രക്ഷപ്പെട്ടത്. നോക്കൂ, സിദ്ധാർത്ഥനെ നഷ്ടപ്പെട്ടിട്ട് 1 വർഷം പൂർത്തിയാവാൻ പോവുകയാണ്. ഇപ്പോഴും കേരളത്തിലെ ക്യാമ്പസുകളിൽ, അതുപോലെ കോളേജ് ഹോസ്റ്റലുകളിൽ റാഗിങ് എന്ന ക്രൂരവിനോദം ഇപ്പോഴും തുടരുകയാണ്. അതിനൊരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? ഒരു വർഷമാകാൻ പോയിട്ടും റാഗിങ്ങിൻ്റെ തീവ്രത കൂടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടില്ല. ഒരു കാരണമേ ഉള്ളൂ, അവർക്ക് കൊടുത്ത ശിക്ഷ. എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുത്തത്? എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? ആ കുട്ടികൾ 1 വർഷം വീട്ടിൽ നിന്നിട്ട് പരീക്ഷ എഴുതാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. കുട്ടികൾക്ക് തിരികെ കോളേജിലോട്ട് എടുക്കാൻ തീരുമാനിച്ചു എന്നല്ല, കോളേജിൽ എടുത്തു. 1-2 ദിവസം അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് ഞങ്ങൾ അതിനൊരു സ്റ്റേ വാങ്ങി. അല്ലെങ്കിൽ അവരിപ്പോൾ പഠിക്കേണ്ടവരല്ലേ? ഞങ്ങൾ അന്ന് തളർന്നു പോയിരുന്നെങ്കിൽ അവരിപ്പോൾ പഠിക്കേണ്ടവരാണ്. ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരികെ എടുക്കാൻ വേണ്ടി കോളേജിൽ നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റൂ അത് മൊത്തം നടക്കുന്നു. സച്ചിൻ ദേവ് MLAക്ക് അന്ന് അവിടെ ഡീനെ അസിസ്റ്റന്റ് വാർഡനെയും കയറ്റിയിരിക്കണം. അതിനെ എതിർക്കാൻ വേണ്ടി നിന്നവരുടെ മുന്നിൽ ആക്രോശിച്ച് വിളിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പണ്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ കുറച്ച് ദിവസം ഞാനും അധ്യാപികയായിരുന്നതാണ്. വാല്യൂസിൻ്റെ കുറച്ച് ബുക്കുകൾ നമ്മൾ അവരെ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ അതിലെ കഥകൾ പറഞ്ഞു കൊടുക്കും. എല്ലാം ഹാപ്പി എൻഡ്, അതാ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ മൂല്യങ്ങളൊക്കെ എവിടെ പോയി? ഞാൻ ആ വീഡിയോയുടെ കുറച്ച് കണ്ടു ഇപ്പോൾ കോട്ടയത്ത് നടന്ന. ആ കുട്ടികൾ അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരായിരിക്കും. അത് അവർ ചിരിച്ചാസ്വദിക്കുകയാണ്, ആ വേദനയിൽ ആസ്വദിക്കുകയാണ്. ഇവർ ഭാവിയിൽ എങ്ങനെ ജീവിക്കും? ഇവർക്കൊരു കുടുംബം നയിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? അവരുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കും? എന്നും ഈ വയസ്സിലിരിക്കില്ലല്ലോ. ഇവരുടെ വീട്ടിലില്ലേ അച്ഛനും അമ്മയും കുട്ടികളും ബന്ധുക്കളും ഒക്കെ? ഇപ്പോൾ റാഗിങ്ങിന് ഈ ധൈര്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കുന്ന അതാരാണ്? 3 ദിവസം എൻ്റെ കുഞ്ഞ് 3 ദിവസം ശരീരത്തിൽ ഒരു ഭാഗവും ഇല്ല. അപ്പോൾ ആ അനുഭവിച്ച വേദന, അപ്പോൾ അവരെന്ത് ചെയ്യണം? ഈ ശിക്ഷ കൊടുത്താൽ മതിയോ? ഓരോ കുടുംബത്തിലും വരുമ്പോഴേ അറിയാവും. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വരട്ടെന്ന് കാത്തിരിക്കുന്നില്ലേ? അവരോടാണ് എനിക്കിനി പറയാനുള്ളത്. ഒന്നിച്ചിറങ്ങുക. നമ്മുടെ നിയമം അവിടെ നിൽക്കട്ടെ. നിയമം പാലിക്കേണ്ടതുള്ളതാണ്. നിയമം പാലിക്കുന്നില്ലല്ലോ. 3 വർഷത്തേക്ക് ഡിബാർ ചെയ്ത കുട്ടികളാണ് ഇപ്പോൾ എക്സാം എഴുതാൻ കയറിയത്. എന്ത് നടന്നു? ഞങ്ങളിതിൻ്റെ പുറകേ ഉണ്ട്. ഞങ്ങളുടെ ജീവിതം ഇനി ഇതാണ്, ഇതിനു വേണ്ടിയാണ്. മോൻ പോയി, അതിനു വേണ്ടി നമ്മൾ പോയി. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വരട്ടെ എന്ന് ഇരിക്കാം. ഇനി ഒന്നും വരരുതേ, ഇതുപോലെ ഒരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല. ഒന്നും വരരുതേ എന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ നമുക്ക് ഒന്നിച്ച് പോരാടണം. നമ്മുടെ യുവതലമുറ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ പുറത്തോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നതിന് വല്ല കാരണമുണ്ടോ? എവിടെയായിരുന്നാലും സന്തോഷത്തോടെ പഠിക്കുക, അതാണ് അമ്മമാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആഗ്രഹം. അവർ പുറത്തു പോയി പഠിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ പഠിക്കട്ടെ. പേടിയുള്ള കുട്ടികൾ പറയും, അമ്മ എനിക്കിവിടെ പറ്റില്ല, ഞാൻ പുറത്തോട്ട് പോകുന്നു. അതിലെന്തെങ്കിലും തെറ്റ് പറയാനുണ്ടോ? ഇപ്പോൾ
അമ്മ, ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആ, ആ, ആ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ഈ കുട്ടികളോ പിന്നെ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? അവർക്ക് കുറ്റബോധമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസാന്തരമോ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഒരു വർഷമാകാൻ പോകുന്നു, ഇതുവരെ ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല. ഒരിക്കൽ എന്തോ ഞങ്ങളുടെ ഒരു റിലേറ്റീവിനെ ഒരു കുട്ടിയുടെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ നടന്നതെല്ലാം സീനിയേഴ്സിൻ്റെയും ആ ഒരു പെൺകുട്ടിയുടെയും കളിയാണ്. ബിൻസ്യ, അവളിപ്പോൾ എവിടെ? ബിൻസ്യ എന്നുള്ളൊരു പേര് പോലും ഇല്ല. അവൾക്ക് പേരില്ല, അവൾക്ക് പരാതിയുണ്ട്. എന്ത് പരാതിയുണ്ട്? ഇവിടെ പരാതി, നമ്മുടെ ഒരു കുട്ടി, ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആദ്യം അമ്മയെ വിളിക്കും. അമ്മയെ വിളിച്ചിട്ട് പറയാം, അമ്മ എനിക്കിതുപോലെ ഉണ്ട്. ആ കുട്ടി എന്ത് പറയാത്തെ? സീനിയേഴ്സ് എവിടെ വിളിച്ചാലും പോകുന്ന കുട്ടിയാണ് ഈ ബിൻസിയ. സീനിയേഴ്സിന്റെ ബെസ്റ്റിയാണ്. ഈ പ്രതികളായ സീനിയേഴ്സ് എന്ത് പറഞ്ഞാലും കേൾക്കുന്നവളാണ് ബിൻസിയ. അവരുടെ പരാതി എന്ത് പുറത്തു കൊണ്ടുവരാത്തത്? അക്ഷയ് എവിടെ? 3 ദിവസം എന്നെ പറ്റിച്ച അക്ഷയ് എവിടെ? ഇവരൊക്കെ എന്ത് പുറത്തു വരാത്തത്? അന്ന് വൈകുന്നേരം വരെയും മോൻ ഇവിടുന്ന് പോയി, സംഭവം കഴിഞ്ഞ് വൈകിട്ട് 5 മണി വരെയും അക്ഷയ് പറയാണ് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഹോസ്പിറ്റലിലാണ്, ഞാൻ കൊടുക്കാം, ഫോൺ കൊടുക്കാം എന്ന് വരെ പറയുന്നു. അപ്പോൾ ഒരു അമ്മ എന്ത് പ്രതീക്ഷയോടെ ഇരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയാണ്. ഏതെങ്കിലും ഒരു പ്രതിപട്ടികയിൽ അക്ഷയ് ഉണ്ടോ? അവൻ ആര് സംരക്ഷിക്കുന്നു? സംരക്ഷിക്കുന്നുള്ളോടത്തോളം കാലം ധൈര്യം കിട്ടും. റാഗിങ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മുടെ ഈ കോട്ടയത്തെ കേസിൽ ആ കുഞ്ഞിനെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി. അത് പറയാനുള്ള ധൈര്യം അവർക്ക് എവിടെ നിന്ന് വന്നോ അറിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയാൻ പേടി എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. പേടി. ആ കോളേജിൽ അപ്പോൾ അത്രയും സപ്പോർട്ടില്ലേ? അധ്യാപകരില്ലേ? വാർഡനില്ലേ? അസിസ്റ്റന്റ് വാർഡനില്ലേ? ഇവരോടൊക്കെ പറയാൻ എന്താണ് പേര്? ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് കോളേജിനകത്ത് വേറെ എന്തൊക്കെ നടന്നു എന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് ഇന്നലെയൊക്കെ നടന്ന സംഭവമല്ലേ. ഇതുപോലെ ഓരോ കാരണങ്ങൾ ഉണ്ടാകാനാണ് കാത്തിരിക്കുന്ന ഓരോ ക്യാമ്പസും. എന്നിട്ട് നന്നാക്കാമെന്ന് ഒന്ന് വന്നിട്ട് നമുക്കത് നന്നാക്കാം. വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഒന്നുമില്ല. ഒരു വർഷമായിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ നമ്മുടെ പല മരണങ്ങളും, നമ്മുടെ ആക്സിഡൻറ്റ്, അങ്ങനെയൊക്കെ പലതും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ ഓരോ വാർത്തയിലും അറിയുന്നുണ്ട്. ഇത്രയും ഈ പ്രതികൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഇത്രയും അവർ ക്രിമിനൽ മൈൻഡുള്ളവരാണ്. ഇവർ തിരികെ കയറ്റിയിട്ട് എന്ത് ചെയ്യാനാണ്? കോളേജിൽ നിന്ന് ഇവർ പഠിച്ചിറങ്ങിയിട്ട് എന്ത് ചെയ്യും? കോട്ടയത്തിലാണെങ്കിൽ മാലാഖമാരാണ്. അവരിറങ്ങിയിട്ട് എന്ത് മാലാഖമാർ ചെയ്യുന്ന ജോലി ചെയ്യും? പഠിക്കാൻ അനുവദിക്കരുത്, പഠിക്കാൻ അനുവദിക്കരുത്. ഒരു കുഞ്ഞിൻ്റെ സ്വപ്നമാണ്, ഒരു കുടുംബത്തിൻ്റെ മൊത്തം പ്രതീക്ഷയാണ്. ഒരു കുട്ടി പഠിക്കാൻ പോകുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കുന്ന ഒരു കുടുംബമാണ്, അവൻ്റെ സ്വപ്നങ്ങളാണ്. അഡ്മിഷൻ കിട്ടി അത് ഓടിച്ചാടി കയറി പോകുന്നതല്ല, കിട്ടിപ്പോയതല്ല. ആഗ്രഹിച്ച് ആ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കണം എന്നാഗ്രഹിച്ച് പോയതാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാമോ? അവിടുത്തെ ഈ റാഗിങ്ങിൻ്റെ കാര്യം ഞങ്ങൾക്കറിയില്ല. ബാക്കി അവിടുത്തെ ആനിമൽസിൻ്റെ കാര്യം, അവിടെ സർവേക്ക് പോകുന്ന കാര്യം, പ്രൊവ് സർവേക്ക് പോകുന്ന കാര്യം, ഇതെല്ലാം അവന് ശരിക്കും ആസ്വദിച്ചിരിക്കുകയായിരുന്നു. എത്രയോ വർഷം കൊണ്ട് അതിനകത്ത് നടന്ന ഈ ഗുണ്ടായിസം, അല്ലെങ്കിൽ കുറേ നരഭോജികൾ അതിനകത്തുണ്ടായിരുന്നവരെ പുറത്തു കൊണ്ടുവരാൻ ഈ അറ്റത്ത് നിന്നും, ഈ തിരുവനന്തപുരത്ത് നിന്നും വയനാട് വരെ പോയ എൻ്റെ കുഞ്ഞ്. ഞങ്ങളിപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി
ഇതിൽ ഓരോ പ്രതികളുടെയും ചുറ്റുപാട് നോക്കിയാൽ അറിയാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ തന്നെയാണ്. അത് ഓരോരുത്തരുടെ വീതം നോക്കുമ്പോൾ അറിയാം. ഇതിലൊരു കുട്ടിയുടെ അമ്മ ഒരിക്കൽ പോസ്റ്റ് ഇട്ടിരുന്നതാണ്. ആ സമയത്ത് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഒരു കുഞ്ഞിന് നമുക്കൊരു അബദ്ധം പറ്റി, അത് എൻ്റെതോ അവരതോ ആയിക്കോട്ടെ, നമുക്ക് അബദ്ധം നമ്മുടെ കുഞ്ഞിനാണ് പറ്റിയത്, വെറുതെ ഇരിക്കാം. അങ്ങനെയല്ല, ആ അമ്മ പറഞ്ഞതാണ്, എൻ്റെ മകൻ ജയിലിൽ സേഫാണ്, ഞാൻ ഇനി സമാധാനമായി ഉറങ്ങട്ടെ. ഇത് കാണുന്ന ഒരമ്മ റാഗിങ് നിർത്താൻ കഴിയില്ല. റാഗിങ് എന്ന് പറയുമ്പോൾ കുട്ടികളെ, അതായത് ജൂനിയേഴ്സിനെ ഒരു സ്റ്റേജ് ഫിയറൻസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുക, കുട്ടികളെ ഒരു മിംഗ്ലിങ്, ഇതിനൊക്കെയാണ് വേണ്ടിയാണ്. ഇതിപ്പോൾ റാഗിങ് ആണോ? റാഗിങ്ങിൻ്റെ ആ തീവ്രത ഇതൊക്കെയാണോ? ആ കുട്ടികളുടെ ചിരി, ആ കോമ്പസിട്ടൊക്കെ കുത്തിയിട്ടൊക്കെയുള്ള ചിരികൾ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ജസ്റ്റ് അത് കണ്ടിപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തപ്പുറം ആയിരിക്കും അവിടെ നടന്നത്, പൂക്കോട് നടന്നത്. ഒരുത്തനെ പോലും പഠിക്കാൻ അനുവദിക്കരുത്. ഭാവി അവരുടെ ഭാവി അവർ ഇല്ലാതാക്കിയതാണ്. ഒരുത്തരെ പോലും ജീവിക്കാൻ അനുവദിക്കരുത്. സന്തോഷത്തോടെ ജീവിക്കണം, സന്തോഷത്തോടെ, മനസ്സമാധാനത്തോടെ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്, മുൻപിൽ വെള്ളം വച്ചിട്ട് കുടിക്കാൻ കഴിയാതെ ഇവർ കിടക്കണം എന്നാണ്. ആഹാരം കിട്ടാതെ അല്ല, ആഹാരം കിട്ടാതെ നമുക്ക് എത്ര ദിവസം വേണോ കിടക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഫ്രണ്ടിൽ ഇരുന്നാൽ അതെടുത്ത് കുടിക്കാൻ കഴിയരുത് ഇവർക്ക് ഓരോരുത്തർക്കും. ആ കോളേജിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുള്ളൂ, SFIയുടെ. ഒരു അധ്യാപക സംഘടനയുള്ളൂ, അത് ഇടത് അനുകൂലിമാർ. അതാണ്. ഇവരറിയാതെ അവിടെ എന്തെങ്കിലും നടക്കൂ? ക്രിമിനലുകളല്ല ഇതൊക്കെ. ഇവരുടെയൊക്കെ മൈൻഡ് നമുക്ക് മൃഗങ്ങളോട് പോലും ഉപമിക്കാൻ പറ്റില്ല. സംസാരശേഷി ഇല്ലാത്ത മൃഗങ്ങളെ പരിപാലിക്കാൻ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ പോകുന്ന ഡോക്ടർമാരാകേണ്ടവരാ. മനുഷ്യന്റെ വിളി കേട്ടിട്ട് കേൾക്കാൻ പറ്റാത്തവരാണോ ഇനി മൃഗങ്ങളെ നോക്കാൻ പോകുന്നത്?